വണക്കം വന്ദനം നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 7-ാം തീയതി ജാനുവരി മാസം 2026 രാവിലെ 7:56 ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ട് ലെവൽസ് നമ്മുടെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കിൽ മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അതാണ് ഇന്നത്തെ മെയിൻ അജണ്ട. ഒരു 5 അല്ലെങ്കിൽ 6 മിനിറ്റിനകത്ത് വീഡിയോ തീർക്കാനായിട്ട് നോക്കാം. ഇത് ഇന്നലത്തെ ലെവലാണ്. ഇന്നലത്തെ ലെവല് എത്ര അക്യൂറസി ഉണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. കാര്യത്തിൽ ഇത്രയ്ക്കും അക്യൂറസി നിങ്ങൾക്ക് മാർക്കറ്റിൽ വേറെ എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ളതും കൂടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ക്ലിയർ ആയിട്ട് ഈ ലെവൽ പറഞ്ഞിരുന്നു. എന്നിട്ട് ഇന്നലെ നിഫ്റ്റിയിൽ ട്രേഡ് എടുത്തില്ല. ഞാൻ റൈറ്റനിൽ നിൽക്കുകയാണ്. കാര്യത്തിൽ ഡിസ്കോഡ് തന്നെയാണ് കാരണം. നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാൽ ഇത് നല്ല, നിങ്ങൾക്ക് അല്ലെങ്കിൽ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് ഒബ്സർവ് ചെയ്യുക മാർക്കറ്റിനെ. കാരണം വെച്ചാൽ ഇതുണ്ടോ, ഇത് ഇൻസൈഡ് ഓപ്പൺ ആയിരുന്നു, പ്രീവിയസ് ഡേ ക്ലോസിന് മുകളിലായിരുന്നു ഓപ്പൺ. എന്താണ് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ. അതേസമയം നിഫ്റ്റിയുടെ സ്പോട്ടോ ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയിരുന്നു. മനസ്സിലായില്ലേ? ഇപ്പൊ തന്നെ ഡിസ്കോഡ് മനസ്സിലായില്ലേ? ഫ്യൂച്ചർ ഇൻസൈഡ് ഓപ്പൺ, പ്രീവിയസ് ഡേ ക്ലോസിന് മുകളിലും, സ്പോട്ട് ഗ്യാപ് ഡൗൺ ഓപ്പണും ആയിരുന്നു. ഇങ്ങനെയുള്ള ദിവസം ട്രേഡുകൾ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ഓവർ ട്രേഡ് ചെയ്ത്, ഓപ്ഷൻ ബയറിനെയാണ് പറയുന്നത്. ഓപ്ഷൻ ബയർ ഓവർ ട്രേഡ് ചെയ്ത് മൊത്തം ക്യാപിറ്റലും വാനിഷ് ആവും, മൊത്തം ക്യാപിറ്റലും കളയും, ടെൻഷൻ ആവും. പിന്നെ കുറേ വീഡിയോസ് വേറെ ആരെങ്കിലും കിട്ടുമോ, ആ ലോസ് റിക്കവർ ചെയ്യാൻ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ള ടെൻഷനും പ്രഷറും, പിന്നെ കടം വാങ്ങിച്ച് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. സോ ഇങ്ങനത്തെ കുറേ ആവശ്യമില്ലാത്ത പ്രഷറും സ്ട്രെസ്സും ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ന്യൂവാൻസസ് ഒക്കെ നിങ്ങൾ റെഗുലറായിട്ട് കാണുക. ഇത് സ്പോട്ടിൽ ലെവലാണ്. സ്പോട്ടിൽ ലെവലും എത്രത്തോളം അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് എന്നുള്ളത് നോക്കുക. ഓക്കെ, നമുക്ക് ഇത് ഇന്നലത്തെയാണ്. പെട്ടെന്ന് തന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇത് സ്പോട്ടിൻ്റെ ന്യൂവാൻസസ് ആണ്. നമ്മളങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ്. ഫ്യൂച്ചറിൽ നമ്മളിതങ്ങനെ ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നമുക്കിവിടെ ഫ്യൂച്ചറിൽ ലെവൽസ് എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. അത് മാർക്കറ്റ് പ്രൊഫൈല് ബേസ് ചെയ്തിട്ടാണ്. ഇത് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ, ഇത് സ്പോട്ടിൻ്റെ ചാർട്ടും, അതായത് TPO ടൈം പ്രൈസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന സ്പോട്ടിൻ്റെ ചാർട്ടും, ഇത് ഫ്യൂച്ചറിൻ്റെ ചാർട്ടുമാണ്. ക്ലോസ് ഏകദേശം ഒരേപോലെയാണ് രണ്ടുപേരും തന്നേക്കുന്നത്. ഇത് വന്നിട്ട് നമ്മൾ ഒരു ദിവസത്തെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ചാർട്ട് കാണൂലേ നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൽ, അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾ ചാർട്ട് യൂസ് ചെയ്യുന്നത്, അതിൽ ഒരു ദിവസത്തെ ക്യാൻഡിൽ സ്റ്റിക്ക് കാണുന്ന പ്രൊഫൈലാണ് ഇത് ഇങ്ങനെ കാണുന്നത്. ഇത് സ്പ്ലിറ്റ് കാണുന്നത് ഓരോ 30 മിനിറ്റിന്റെ, നമ്മൾ അവിടെ ഒരു 15 മിനിറ്റിന്റെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ 15 മിനിറ്റിന്റെ ക്യാൻഡിൽ സ്റ്റിക്ക് കാണുന്നുണ്ടല്ലോ ഇങ്ങനെ, ഈ 15 മിനിറ്റിന്റെ ക്യാൻഡിൽ സ്റ്റിക്ക് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ഇതേപോലെയാണ് അവിടെ നിങ്ങൾ കാണുന്നത് 30 മിനിറ്റിന്റെ ഒരു TPO ചാർട്ട്. അത്രയുള്ള വ്യത്യാസം, ഇതിന് വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഏറെക്കുറെ ഒരേപോലെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഇവിടുത്തെ ന്യൂവാൻസസ് ഈസി ആയിട്ട്, സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഇന്നലത്തെ ഓപ്പണിന് മുകളിൽ, ഇന്നലത്തെ ക്ലോസിന് മുകളിൽ ഓപ്പൺ ചെയ്യണം, ഒരേപോലെ ഓപ്പൺ ചെയ്യണം. പോയിന്റ് ഓഫ് കൺട്രോൾ ഒരേപോലെയാണ് കൊടുത്തിരിക്കുന്നത്, ഒരേ സ്ഥലത്താണ് പോയിന്റ് ഓഫ് കൺട്രോൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഫ്ലാറ്റ് ഓപ്പൺ ആയിരിക്കുകയും ഇതിന്റെ മുകളിൽ ഓപ്പൺ ആവുകയും എങ്കിൽ നമുക്ക് അടുത്ത ടാർഗറ്റ് നേരെ ഈ വാല്യൂ ഏരിയ ലോ ആണ്. 2 വാല്യൂ ഏരിയ ലോ ഉണ്ട്. അപ്പൊ ഇത് 26,390 എന്ന് പറയുന്ന ഒരു ലെവൽ ഫ്യൂച്ചറിൽ വരുന്നുണ്ട്. 26,390 എന്ന് പറയുന്ന ഒരു ലെവൽ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം 390, 95 എന്താണ് അവിടെ സംഭവിക്കുക. ഇവിടെ വരച്ചു നോക്കാം. നമ്മളിവിടെ വരയ്ക്കുകയാണ്. 26 ക്യാൻഡിൽ സ്റ്റിക്കിന്റെ 15 മിനിറ്റിന്റെ ചാർട്ടാണ്. 395 ഇട്ടിട്ടുണ്ട് ഏകദേശം. സോ എക്സാക്ട്ലി കേട്ടോ, 15 മിനിറ്റിന്റെ നമ്മളിവിടെ വരയ്ക്കുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് നല്ലൊരു പിക്ചർ ഇവിടെ കിട്ടുന്നുണ്ട്. എന്താണ് പിക്ചർ കിട്ടുന്നത്? ഇവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്തതിനു ശേഷം മോളിൽ പോയി ക്ലോസ് ചെയ്തു, എന്നിട്ട് മോളിൽ താഴെ വന്ന് വീണ്ടും ഇവിടെ ഈ ലൈനിൽ സപ്പോർട്ട് എടുത്ത് വീണ്ടും മോളിൽ പോയി, വീണ്ടും ഈ മുകളിലോട്ട്, ഈ ലൈനിന് മുകളിലോട്ട് പോയില്ല. അപ്പൊ ഇതാണ് ഈ 2 വാല്യൂ ഏരിയ ഹൈ, ഇതാണ് ലെവൽ. ഇങ്ങനെയാണ് നമ്മൾ ലെവൽ എടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് ലെവൽ എടുക്കുന്നത്. ഇവിടെ 2 വാല്യൂ ഏരിയ
ലോ ഇവിടെ ഉണ്ട്. ഇത് റെസിസ്റ്റന്റ് ആയിട്ട് പലപ്പോഴും വർക്ക് ചെയ്യും. അപ്പൊ നമ്മൾ കുറച്ച് ഒരു 5 പോയിന്റ് 10 പോയിന്റ് മുകളിൽ എടുത്തിട്ടുണ്ട്. 395 എന്ന് പറയുന്നത് പ്രീവിയസ് ഡേ ഹൈൻ്റെ അടുത്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് 395 എടുത്തത്. ഓക്കെ, നമുക്ക് സ്പോട്ടിൽ നോക്കിയാലോ. സ്പോട്ടിൽ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. സ്പോട്ടിൽ നോക്കുമ്പോഴത്തേക്ക് ഏകദേശം അങ്ങനെയാണ് വരുന്നത്. 280 അടുപ്പിച്ച് വരുന്നുണ്ട്. നമുക്ക് സ്പോട്ടിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പെട്ടെന്ന് തന്നെ നോക്കാം. പെട്ടെന്ന് തന്നെ ഇത് ഒറ്റ ഒരു ഇതിലാണ് നമ്മൾ എടുക്കുന്നത്. സ്പോട്ടിലും നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതുകൊണ്ടാണ് സ്പോട്ടിൽ എടുക്കുന്നത്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. 300 സെക്കൻഡ് നോക്കാമേ. കുറച്ച് മുകളിൽ എടുക്കാം. കാര്യത്തിൽ ഇവിടെ ഒരു ന്യൂആൻസസും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ 280 തന്നെ നമുക്ക് എടുക്കാം. ഒരു സെക്കൻഡ്. 280 സ്പോട്ടിൽ 26,285 80 റൗണ്ട് ആയിട്ട് എടുക്കുന്നുണ്ട് ഇവിടെ. അതും അതേപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അതായത് ഈ വാല്യൂ ഏരിയ ലോവിന്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ അതിന്റെ ലെവൽസ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ലെവൽസ് നിഫ്റ്റിയിൽ എടുക്കുന്നത്. ഇത് മുകളിലോട്ടുള്ള റെസിസ്റ്റന്റ് ആണ്. താഴോട്ടാണെങ്കിലോ, താഴോട്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. താഴോട്ട് കാരണം വെച്ചാൽ ഇന്നത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടുന്നത് ഈ ദിവസത്തെ ഈ അനോമലിയാണ്. ഈ ഡേ, അതായത് ഈ വാല്യൂ ഏരിയ ഉണ്ടല്ലോ, ഈ വാല്യൂ ഏരിയയുടെ ഈ ലെവലാണ് നമുക്കിവിടെ സപ്പോർട്ടായിട്ട് കിട്ടുന്നത്. അതായത് 195. ഇവിടെ 195 ആയിട്ടാണ് വരുന്നത്. ഓക്കെ, താഴെ ഫ്യൂച്ചറിൽ നമ്മൾ ലെവൽ ഇടുകയാണ്. ഓക്കെ, 195 26,195. നമുക്ക് ഇവിടെ ഒരു ഗ്രീൻ കൊടുക്കാം. ഗ്രീൻ ലൈൻ ആയിക്കോട്ടെ സപ്പോർട്ടിന്. കണ്ടോ, നമ്മൾ 195 കൊടുത്തിട്ടുണ്ട്. 200 റൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കറക്റ്റ് ആയിട്ട് സപ്പോർട്ട് എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ 195 താഴെ 200 വേണമെങ്കിൽ നമുക്ക് റൗണ്ട് ചെയ്യാം. അവിടുത്തെ ആ ലെവൽ കിട്ടാനായിട്ട് 15 മിനിറ്റിന്റെ ക്യാൻഡിൽ സ്റ്റിക്ക് ആണെങ്കിൽ നമ്മൾ 30 മിനിറ്റിന്റെ മാർക്കറ്റ് പ്രൊഫൈൽ ബേസ് ചെയ്തിട്ട് 15 മിനിറ്റിന്റെ ക്യാൻഡിൽ സ്റ്റിക്കിലാണ് ഇത് മാർക്ക് ചെയ്യുന്നത്. ഇതാണ് ഇന്നത്തെ ലെവല്. ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ 110 രൂപയാണ്. ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ അതും നോക്കുക. ഇതാണ് ലെവൽ നോക്കുക. ഫ്യൂച്ചർ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ടൈറ്റലിന് ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.